അമ്മ കൊടുത്ത പരിഗണനയുടെ, കാരുണ്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ ആ വിത്ത് ആ ഗണപതിയുടെ ഉള്ളറകളിൽ ജ്യോതിർഗോളമായി മാറിയിരുന്നു. നിങ്ങൾ തൊപ്പിവെച്ച് ഷാളണിഞ്ഞ ഒരു ഉസ്താദ് വന്ന് പ്രസംഗിക്കുമ്പോൾ ഇപ്പോൾ ഒരു മതപ്രഭാഷണം കേൾക്കാമെന്നുള്ള ലാഘവത്തോടു കൂടിയായിരിക്കും ഇരിക്കുക. മതപ്രഭാഷണം കേൾക്കേണ്ടവർ പോലും കേൾക്കുന്നില്ല. അപ്പോൾ പിന്നെ നിങ്ങളോട് മതപ്രഭാഷണം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയാൻ വന്നത്, എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെല്ലാം എൻ്റെ കൂടപ്പിറപ്പുകളാണ്. അത് വെറുമൊരു വാക്കുകൊണ്ടല്ല, വാക്കുകൾക്കപ്പുറം ഹൃദയത്തിൽ നിന്നുത്ഭവിക്കപ്പെടുന്ന ആത്മാർത്ഥമായ സ്വരനാഥത്തിലൂടെ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഈ പരിപാടിക്ക് എന്നെ ക്ഷണിക്കുമ്പോൾ എനിക്ക് അയച്ചു തന്ന നോട്ടീസിൽ ഒരു 3 ചിത്രം ഞാൻ കണ്ടു. ഒന്നാമത്തെ ചിത്രം ഗണപതിയുടേതായിരുന്നു. ഗണപതിയുടെ ചിത്രത്തിൽ അപ്പം ഞാൻ ആലോചിച്ച് എന്താണ് ഇവിടെ ഞാൻ പറയേണ്ടത്. ഞാനങ്ങനെ നെയ്യാറ്റിൻകരയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നെയ്യാറ്റിൻകര ക്ഷേത്രത്തിൽ നിന്ന് ഗണപതിയെ വാഴ്ത്തപ്പെടുന്ന ഒരു ഗാനം കേട്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കരമായി അതിൻ്റെ അനുപല്ലവി വല്ലാതെ ഇഷ്ടപ്പെട്ടു. പല്ലവി വളരെ മനോഹരമാണ്, എന്നാൽ അനുപല്ലവി അതിനേക്കാളും മഹാഭയാനകരമായ അർത്ഥതലങ്ങളുള്ളത്. ശങ്കർ മഹാദേവൻ എന്ന് പറയുന്ന മ്യൂസീഷ്യൻ്റെ, അദ്ദേഹത്തിൻ്റെ അപാരമായ കഴിവിൽ നിന്ന് ജനിക്കപ്പെട്ട ആ സംഗീത ശ്രുതി എൻ്റെ മനസ്സിനെ വല്ലാതെ ഹഠാതാകർഷിച്ചു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ചിന്തിച്ചത് കുഞ്ഞു ഗണപതിയെ, എനിക്ക് അല്പോടെ സൗണ്ട് വെക്കണം കേട്ടോ, കാരണം ഞാൻ നോമ്പ് പിടിച്ചിട്ട് ഒരല്പം ഇവിടെ നിന്ന് തന്ന ഈ പറഞ്ഞ നാരിയൽ പാനി അത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. കുഞ്ഞു ഗണപതി കൊച്ചുനാളിൽ ഒരു കൊച്ചു പൂച്ചക്കുട്ടിയെ കണ്ടപ്പോൾ ആ പൂച്ചക്കുട്ടിയെ ആദ്യം ഒന്ന് തലോടി, പിന്നെ ആ പൂച്ചക്കുട്ടിയുടെ കഴുത്തിലൊന്ന് പിടിച്ച് ഞെരുക്കി, പിന്നെ ആ പൂച്ചക്കുട്ടിയെ ഞെക്കി ഞെരുക്കിയിട്ട് ദൂരേക്കൊടുത്തൊരൊറ്റ ചുഴറ്റി എറിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് ഗണപതി തൻ്റെ അമ്മയുടെ സ്ഥലത്തേക്ക്, അമ്മ ഇരിക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമ്മ വേദനിച്ചുകൊണ്ട് കണ്ണുനീരൊഴുക്കുകയാണ്. സജലമായ കണ്ണോടുകൂടി, കണ്ണ് നിറഞ്ഞുകൊണ്ട് അമ്മ ഗണപതിയെ നേരിടുകയാണ്. അമ്മയുടെ കണ്ണുനീര് ഭൂമിയിലേക്ക് ആർന്നു വീണപ്പോൾ ഗണപതിക്ക് വല്ലാതെ വിഷമായി. എന്തിനാ അമ്മ കരയുന്നത്? എന്തിനാണ് പ്രയാസപ്പെടുന്നത്? എന്തിനാണ് ഇങ്ങനെ പ്രതിസന്ധിയിലാവുന്നത്? തോരാമഴ പോലെ അമ്മയുടെ കണ്ണുനീരിങ്ങനെ ഒഴുകുന്നത് എന്തിനെന്ന് ചോദിച്ചപ്പോൾ, നീയാണതിന് കാരണമെന്ന് പറഞ്ഞു. ഞാൻ എന്താണ് അമ്മയെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഗണപതിയോട് തൻ്റെ അമ്മ പറഞ്ഞു, ആ പൂച്ചക്കുഞ്ഞിനെ നീ ചുഴറ്റി എറിഞ്ഞില്ലേ, അത് വേദനിക്കപ്പെട്ടു. ഞാനാണെന്ന് നീ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. എന്നിട്ട് ഗണപതിയുടെ മുഖത്ത് നോക്കി അമ്മ കൊടുത്തൊരു ഉപദേശം, ഈ ലോകത്തുള്ള ഒരു ജീവനെയും ഹനിക്കപ്പെടാനോ വേദനിപ്പിക്കപ്പെടാനോ നമുക്കാർക്കും അവകാശമില്ല. അതുകൊണ്ട് തന്നെയായിരിക്കാം ഗണപതി സർവ്വജീവജാലങ്ങളുടെയും സംരക്ഷകനായി മാറിയത്. ആ അമ്മ കൊടുത്ത പരിഗണനയുടെ, കാരുണ്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ ആ വിത്ത് ആ ഗണപതിയുടെ ഉള്ളറകളിൽ ജ്യോതിർഗോളമായി മാറിയിരുന്നു. ഞാൻ ആ പാട്ട് കേട്ടപ്പോൾ വല്ലാതെ, നിങ്ങൾക്കറിയാം ആ പാട്ട്, എനിക്ക് വല്ലാതെ ഇഷ്ടമായി ആ പാട്ട്. 2 വരി ഞാനിവിടെ പാടും. എന്തിനു വേണ്ടി പാടുന്നത് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു അതിൻ്റെ അനുപല്ലവി. ഏതായിരുന്നു ആ പാട്ടെന്നറിയോ? ഏകദന്തായ വക്രുദന്തായ ഗൗരീതനയാ ധീമഹി ഗജേശാനായ ബാലചന്ദ്രായ ശ്രീഗണേശായ ധീമഹി. നിങ്ങൾക്കറിയാം എന്നെക്കാളും സുന്ദരമായി പാടാൻ. ഏകദന്തായ വക്രുദന്തായ ഗൗരീതനയാ ധീമഹി ഗജേശാനായ ബാലചന്ദ്രായ ശ്രീഗണേശായ ധീമഹി. ഒരു കൊച്ചുകുട്ടിയാണത് പാടുന്നത്. ഞാൻ മനസ്സിലാക്കി അതിൻ്റെ ഉള്ളറകളിൽ നിന്ന് വരുന്ന ആ ആർദ്രനാദം ഗണപതിയെ ഹൃദയത്തിലോട്ടെടുത്തു വെച്ച് പാടുന്നത് പോലെ എനിക്ക് എനിക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് ഹദീസുമൊക്കെ ഭാരവതാതെ പറയാം. പക്ഷേ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത്, എനിക്ക് സർവ്വ മതങ്ങളിലും നേരത്തെ പ്രിയപ്പെട്ട സ്വാമി പറഞ്ഞതുപോലെ ശ്രീനാരായണ സ്വപ്നം സർവ്വ മതങ്ങളിൽ നിന്നും ഉൾക്കൊള്ളപ്പെടുന്ന മാനുഷിക സത്തുകളെ സാംശീകരിച്ച് മനുഷ്യ ഹൃദയങ്ങളിൽ തളച്ചു കൊടുക്കുക, മനുഷ്യ ഹൃദയങ്ങളിൽ നിറച്ചു കൊടുക്കുക. ആ മനുഷ്യ ഹൃദയങ്ങളിൽ നിറയ്ക്കപ്പെടുന്ന വിത്തുകൾ വളർന്ന്
വിത്തുകൾ വളർന്ന് മനുഷ്യത്വത്തിന്റെ മഴവില്ലായി ഈ പ്രപഞ്ചത്തിൽ വിരിയും. ഒരു സംശയമില്ല. അതൊരു വലിയ ചിന്തയാണ്. അത് വലിയൊരു തത്വമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കൂടപ്പിറപ്പുകളെ എന്ന് വിളിക്കുക. കൂടപ്പിറപ്പുകളെ സഹോദരൻ എന്ന് പറഞ്ഞാൽ സഹ ഉദരൻ എന്നാണ്. ഒരേ വയറിൽ നിന്ന് പിറന്നവർ, ഒരേ പായയിൽ ഉറങ്ങിയവർ, ഒരേ പാത്രത്തിൽ നിന്ന് പങ്കുവെച്ച് കഴിച്ചവർ. എവിടെയാണ് അകൽച്ചയുടെ മതിൽ കെട്ടപ്പെട്ടത്? ആരാണ് കെട്ടപ്പെട്ടത്? ആർക്കു വേണ്ടിയാണ് കെട്ടപ്പെട്ടത്? ഇതാണ് ചിന്ത. ആ മതിൽക്കെട്ടുകളെയൊക്കെ, അതിൻ്റെ അടിത്താളുകളെ, ആ മതിൽക്കെട്ടുകളുടെ അടിസ്ഥാനങ്ങളെ ഇളക്കി മറിച്ച് തകർത്ത് കളയാൻ പറ്റുന്ന തരത്തിലുള്ള മാനുഷിക നന്മങ്ങളുടെ ഒരു വലിയ സാരം ശ്രീനാരായണ ഗുരുവിലുണ്ട്. ഗുരുവിൻ്റെ ഓരോ ദാർശനികതകളും ഹൃദയത്തിലോട്ട് ചേർത്ത് വെക്കുന്നവർ അകൽച്ചയുടെ, വൈകാരികതകളുടെ, തെറ്റിദ്ധാരണകളുടെ വൻമതിലുകളെ തകർത്തെറിയും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത് ഞാൻ കണ്ട ചിത്രം ശിവന്റെ ചിത്രമായിരുന്നു. ശിവനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിച്ചപ്പോ സദ്ഗുരു 108 നാമങ്ങൾ ശിവനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന അമ്മമാരോട്, സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, പ്രവാചകന്റെ സന്നിധിയിൽ അറിവ് കേൾക്കാനിരിക്കുന്ന തന്റെ വിദ്യാർത്ഥികൾ, പ്രവാചകന്റെ സന്നിധിയിൽ അറിവ് കേൾക്കാനിരിക്കുന്ന തന്റെ വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികളുടെ തലയിൽ വന്ന പ്രാവിരുന്നാൽ പോലും അറിയില്ലായിരുന്നു. കാരണം പ്രാവിന് തോന്നിപ്പോകും ഇത് മരച്ചില്ലകളാണ്. അത്രയും ഒരു അനക്കം പോലും ഇല്ലാതെ ശ്രദ്ധിച്ച് കേൾക്കുന്ന വിദ്യാർത്ഥികളെയാണ് പ്രവാചകന്റെ വിദ്യാർത്ഥികൾ. എന്നതുപോലെ ഒരു അധ്യാപകൻ, ഒരു മതാധ്യക്ഷൻ ഒരു സ്നേഹഭാഷണം നടത്തുമ്പോൾ കൃത്യമായി നിങ്ങൾ ശ്രമിക്കും. കടകംപള്ളി സാറിന്റെ പ്രസംഗം അവസാനിക്കരുതേ. ഈ സമയത്ത് ഒരു മഴ പെയ്ത് അങ്ങനെ ഇരിക്കും. ഈ ചൂടോടുകൂടി ഇരിക്കുന്ന സമയത്ത് ആ മഴ പെയ്യുന്നത് പോലെ ആയിരുന്നു, അല്ലെങ്കിൽ ആ മഴ കിട്ടുന്നത് പോലെ ആയിരുന്നു അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്ന ആ സംസാരം. ശരിക്കും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഉള്ളറകളിൽ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യത്വം എന്ന് പറയുന്ന വൈകാരികതകളുടെ ഒരു സംഗ്രഹമാണ് അദ്ദേഹം ഇവിടെ പ്രസംഗിച്ചത്. ഇതിനു മുമ്പ് പ്രസംഗം നടത്തിയ സ്വാമിയും ഒക്കെ അത് തന്നെയാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ശിവന്റെ നാമങ്ങൾ എന്റെ സഹോദരിമാരോട് ചിലപ്പോൾ ചോദിച്ചാൽ ചിലതിനൊന്നും അർത്ഥം പറയാൻ അറിയില്ലായിരിക്കും. അതങ്ങനെയാണ്. ശിവന്റെ നാമങ്ങൾ 108 നാമങ്ങളിൽ അക്ഷയ ഗുണം എന്ന് പറയുന്ന ഒരു നാമം. അക്ഷയ ഗുണം എന്ന് പറഞ്ഞാൽ പരിധിയില്ലാതെ ഗുണം ചെയ്യുന്ന, ഒരു പരിധികളുമില്ല. പരിധികൾക്കപ്പുറം പരിധികളുടെ അതിർവരമ്പുകളെ ലംഘിച്ച് മാനുഷിക ഗുണങ്ങളും മനുഷ്യനും അല്ലാത്ത ജീവജാലങ്ങൾക്കും ഗുണങ്ങൾ ചെയ്യപ്പെടുന്ന ആൾ ശിവൻ. One who instantly fulfills all wishes എന്നാണ് അതിനെ ഇംഗ്ലീഷിൽ, ആംഗലേയ ഭാഷയിൽ പറയുക. ഒരു പരിധികളുമില്ലാതെ ആളുകൾക്ക് ഗുണം ചെയ്യുന്ന ആൾ ശിവൻ. ഞാൻ ആ രണ്ടാമത്തെ ചിത്രത്തിൽ കണ്ടു. മൂന്നാമത്തെ ചിത്രത്തിൽ കണ്ടത്, ആ മൂന്നാം ചിത്രത്തിൽ കാണുന്നതിന് മുമ്പ് ദയാലു എന്ന് പറയുന്ന ശിവന്റെ മറ്റൊരു നാമമുണ്ട്. കരുണയുള്ളവൻ, ഭയാനകരമായ കരുണ. ശിവന്റെ ഉള്ളറകളിൽ തുടികൊട്ടിയത് കരുണയുടെ സമുദ്രമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാധനപാത്രമായി നമ്മൾ കാണുമ്പോഴും അവരെ കുറിച്ച് വിശാലമായി പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം. അവർ സമൂഹത്തിന് പകർന്നു കൊടുത്ത നന്മകളെ കുറിച്ച് പഠിക്കാൻ കഴിയണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രീനാരായണ ഗുരുവിന്റെ തത്വങ്ങൾ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒരു ജന്മം കൊണ്ടോ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. മനുഷ്യ നന്മകളെ കോർത്തിണക്കി മാനുഷിക നന്മകളുടെ ഒരു മുത്തുമണി മാലയാണ് ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതം. നോക്കൂ നിങ്ങൾ, അപരന് വേണ്ടി ഇത്രയും ശബ്ദിക്കപ്പെട്ട, അപരനോടുള്ള സ്നേഹത്തിന് വേണ്ടി ഇത്രയും ശബ്ദിക്കപ്പെട്ട ഒരു നവോത്ഥാന നായകനെ നമുക്ക് കാണാൻ കഴിയോ? പ്രിയം അപരന്റെ അധൻ പ്രിയം, സ്വകീയ പ്രിയം അപരപ്രിയം ഇപ്രകാരമാകും. എന്താ അതിനകത്ത് പറഞ്ഞത്? അപരന്റെ പ്രിയമാണ് തന്റെ പ്രിയം. തന്റെ സഹോദരന് ഇഷ്ടപ്പെട്ടതാണ് താനും ഇഷ്ടപ്പെടേണ്ടത്. തന്റെ സഹോദരനെ അനിഷ്ടം വരുന്ന ഒരു പ്രവൃത്തിയും നാം ചെയ്യാൻ പാടില്ല. ഈ സഹോദരൻ എന്ന് പറഞ്ഞപ്പോ അവിടെ മുസ്ലിം എന്നോ, അവിടെ ഹിന്ദുവെന്നോ, അവിടെ ക്രിസ്ത്യാനി എന്നോ, അവിടെ മതമുള്ളവനെന്നോ, അവിടെ മതമില്ലാത്തവനെന്നോ, അവിടെ ജൈനനെന്നോ, അവിടെ സിഖുകാരനെന്നോ പ്രിയപ്പെട്ട ഗുരു അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. സഹോദരന്റെ പ്രിയം എന്താണോ, അവന്റെ ഇഷ്ടം എന്താണോ, അവന്റെ ഇഷ്ടത്തിന് വേണ്ടി അവന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം എന്ന് പറയാൻ കഴിയണം. മദീന പള്ളിയിൽ പുണ്യ റസൂൽ ഇരിക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുമ്പോ ഒരു പ്രിയപ്പെട്ട അനുചരൻ വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, ആ മദീനയിലെ മരുഭൂമിയിലൂടെ നടന്നു പോകുന്ന ആ മനുഷ്യനോട് എനിക്ക് സ്നേഹമാണ്.
അപ്പൊ പ്രവാചകൻ ചോദിച്ചു, ഇന്ന് വരെ നീ ആ മനുഷ്യനോട് തുറന്നൊന്ന് സംസാരിച്ചോ? ഇല്ല. വിളിക്കൂ അവനെ എന്ന് പറഞ്ഞു. ആ മനുഷ്യനെ വിളിച്ചു. നീ അവന്റെ കൈ പിടിക്കാൻ പറഞ്ഞു. പറയടാ എന്ന് പറഞ്ഞു, നിന്നോട് എനിക്ക് സ്നേഹമാണ്. അവർ പരസ്പരം ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഉറവ പറ്റാത്ത മനുഷ്യത്വ സ്നേഹം നിന്നോട് എനിക്കുണ്ട്, നീ എന്റെ സഹോദരനാണ്. ദൂരേക്ക് നടന്നുപോയ ആ മനുഷ്യനെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് സഹോദരനോടുള്ള സ്നേഹം തുറന്നു പറയാൻ കാണിച്ച പ്രവാചക പൊരുളുകളും. സഹോദരൻ എന്ന് പറയുമ്പോ അത് ഒരു മുസ്ലിം എന്നോ ഹിന്ദു എന്നല്ല, സഹോദരൻ. ഒരമ്മയുടെ വയറ്റിൽ നിന്ന് പിറന്നവൻ. ഇന്ത്യക്കാർ മുഴുവനും സഹോദരങ്ങളാണ്, നാം പഠിച്ചതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഇന്നിരിക്കുന്ന ആരാധനാലയങ്ങൾ, നാം ഇന്നിരിക്കുന്ന ഇവിടെ സംഗമിച്ചിരിക്കുന്ന ആരാധനാലയവും എല്ലാം മനുഷ്യ നിർമ്മിതിക്ക് വേണ്ടി കെട്ടിപ്പടുത്തുയർത്തിയതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ വൈഫ് ഹൗസ് ചാവക്കാടാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത സ്ഥലമാണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ പരിപാടികൾക്ക് എല്ലാ വ്യാഴാഴ്ചയും അവിടെ നിന്ന് ചെന്നൈ എഗ്മോറിൽ കയറും. അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കും. ചിലപ്പോഴും പലപ്പോഴും നോമ്പായിരിക്കും. അപ്പൊ ഞാൻ അടുത്തിരിക്കുന്ന ആളുകളോട്, അവിടെ തീർത്ഥാടനത്തിന് വന്നവരോട് ചോദിക്കും, അല്പം കഴിക്കണോ? അപ്പൊ പറയില്ല, വയറ് നിറഞ്ഞു. ഞാൻ ഇന്ന് വരെ 8 വർഷത്തോളമായി അവിടെ യാത്ര ചെയ്യും. ഈ 8 വർഷത്തിനിടയിലും വയറ് നിറഞ്ഞു എന്ന് പറയുന്ന ഒരു വാക്ക് സ്ഥിരമായി ഞാൻ കേൾക്കുകയാണ്. അതിന്റെ അർത്ഥം എന്തെന്നറിയോ? ഗുരുവായൂരിൽ പട്ടിണി കിടക്കുന്നവർ ഇല്ല. ആര് വന്നാലും അവർക്ക് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കുകയാണ്. ശരിയല്ലേ? പട്ടിണിയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അപജയം, ഏറ്റവും വലിയ പ്രയാസം പട്ടിണിയാണ്. സഹോദരങ്ങളെ, ആ പട്ടിണിക്ക് വേണ്ടിയിട്ട് പോരാടപ്പെടുന്ന, പട്ടിണിയോട് മല്ലയുദ്ധം നടത്തപ്പെടുന്ന ആളുകളെ ചേർത്ത് പിടിക്കണം. കെവിൻ കാർട്ടർ എന്ന് പറയുന്ന വലിയൊരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. പുലിസ്റ്റർ പുരസ്കാരം നേടിയ ആൾ. സുഡാനിലെ ഉണങ്ങി ശരീരമൊക്കെ തന്റെ അസ്ഥിവാരങ്ങൾ മുഴുവനും, അസ്ഥികൾ മുഴുവനും പുറത്തേക്ക് കാണപ്പെടുന്ന രീതിയിൽ പട്ടിണി എന്ന് പറയുന്ന മഹാവിപത്ത് കാർന്നെടുത്ത സുഡാനിലെ ഒരു പട്ടിണി പേക്കോലമായ ഒരു പാവപ്പെട്ട പൊന്നുമോൻ, ആ പ്രിയപ്പെട്ട പൊന്നുമോന്റെ അടുക്കൽ കഴുത അവനെ കടിച്ചു തിന്നാൻ വേണ്ടി നിൽക്കുന്ന ഫോട്ടോ കെവിൻ കാർട്ടർ പകർത്തുകയാണ്. ആ ഫോട്ടോയ്ക്കായിരുന്നു 1991 പുലിസ്റ്റർ പുരസ്കാരം കൊടുത്തത്. വലിയ ബഹുമതിയാണ്. പക്ഷെ ഇദ്ദേഹം കുറച്ചു നാൾ കഴിഞ്ഞപ്പോ വിഷാദ രോഗിയായി മാറി. ഭയാനകരമായ വിഷാദം. എന്താ കാരണം എന്നറിയോ? പുലിസ്റ്റർ പുരസ്കാരത്തിന് അർഹനാക്കിയ കെവിൻ കാർട്ടറുടെ പടത്തിലുണ്ടായിരുന്ന ആ സുഡാനി പയ്യനെ, ആ കുട്ടിയെ, ആ സുഡാനിലെ കുഞ്ഞുമോനെ ആ കഴുകനിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന കുറ്റബോധത്തിൽ ആ പ്രിയപ്പെട്ടവൻ ഈ ലോകത്ത് നിന്ന് ആത്മഹത്യ ചെയ്ത് വേർപിരിയുകയാണ് ഉണ്ടായത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ എത്രയോ ആരാധനാലയങ്ങൾ. പട്ടിണിയാണ് ഈ ലോകത്തിലെ അപജയം. ഇന്ന് ഈ നാം ഇരിക്കുന്ന ആരാധനാലയത്തിന്റെ ഉള്ളിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുന്നു, സദ്യ ഒരുക്കി കൊടുക്കുന്നു. ഇതൊക്കെ മനുഷ്യ നിർമ്മിതിക്ക് വേണ്ടിയിട്ടുള്ള, മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, മനുഷ്യന്റെ കാരുണ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കണേ. നിർത്താൻ സമയമാകുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് അപ്പോഴങ്ങ് നിർത്തിയേക്കും. കാരണം ഞാനും പോയിട്ട് നാളെ പെരുന്നാളാണ്, മറന്നുപോയി. എല്ലാവർക്കും എൻ്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ. അത് വലിയ ആദ്യമേ പറയേണ്ടതാണ്. മറവി മനുഷ്യന്റെ ഫണ്ടമെന്റൽ ഇമോഷണൽ പെട്ടതാണ്, മൗലികമായ അവകാശമാണ് മറവി എന്ന് പറയും. എല്ലാവരോടും സോറി ആദ്യമായി തന്നെ പറയേണ്ടതാണ്. 29 നോമ്പ് പിടിച്ച ഞാൻ നിങ്ങളോട് പറയേണ്ടതാണ്, നിങ്ങളോട് സദയം ക്ഷമിക്കണമെന്ന് പറയാം. കാരണം അഭ്യസ്ത വിദ്യാഭ്യാസം നേടി മനുഷ്യനെ സേവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വലിയ ഡോക്ടർമാർ പോലും ഇവിടെ ഇരിക്കുന്ന സദസ്സ. ശരിക്കും പറയാം, നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല, ഇന്നലെ എൻ്റെ വാപ്പ് പറഞ്ഞുള്ളൂ ശ്യാം ഡോക്ടറെ കാണണം. അതൊക്കെ ഒരു നിമിത്തമായി ഞാൻ കണക്കാക്കുകയാണ്. അതുപോലെ തന്നെ ഗോകുലം മെഡിക്കൽ കോളേജിലാണ് ഞങ്ങൾ എല്ലാവരും കുടുംബത്തോടു കൂടി, ഫാമിലി ഹോസ്പിറ്റലാണ്. എല്ലാത്തിലും എവിടെയും ഒരു ശ്രീനാരായണ മയം. അത് അവിടത്തെ കുടുംബത്തിൽ നിന്നല്ല, അവിടത്തെ ആദരസൂചകമായി അവർക്ക് കിട്ടുന്ന ഈ അംഗീകാരങ്ങൾ, അവിടത്തെയുടെ ആദർശങ്ങൾ നെഞ്ചിലേറ്റിയവരെ ആദരിക്കപ്പെടുമ്പോൾ സംശയിക്കണ്ട. ശ്രീനാരായണ ഗുരുവിനെ ലോകം മുഴുവനും പ്രകീർത്തിച്ച ഒരു നവോത്ഥാന നായകനാണ്. വിനയത്തിന്റെ പ്രതീകത്തിൽ നിന്നുകൊണ്ട് മനുഷ്യോൽപത്തിയെ വാർത്തെടുത്തൊരു മഹോന്നതനാണ് അദ്ദേഹം. വിനയം ഇന്ന് നഷ്ടപ്പെട്ടു പോയി പണ്ഡിതന്മാർക്കിടയിൽ നിന്ന്. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, പട്ടിണിയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അപജയം. ഞാനിതൊക്കെ പറഞ്ഞു തരുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. കർണനും സുയോധനനും സ്വർഗത്തിലെത്തി. സ്വർഗത്തിലെത്തിയപ്പോ കുറെ നേരം കഴിഞ്ഞപ്പോ കർണന് വിശക്കുന്നു, ആഹാരം വേണം. നോക്കുമ്പോൾ കഴിക്കാനൊക്കെ ഉണ്ട്. എന്താ ഉള്ളതെന്നറിയോ? സുയോധനൻ നല്ല ആപ്പിളും മുന്തിരിങ്ങയൊക്കെ തിന്നുമ്പോ കർണന് കഴിക്കാൻ കഴിയുന്നില്ല. എന്താ സംഭവം എന്നറിയോ? കർണന്റെ മുമ്പിലിരിക്കുന്നതൊക്കെ വെള്ളിയാലുള്ള മുന്തിരി,
സ്വർണത്തിനാണുള്ള ആപ്പിളൊക്കെ. ശ്രീകൃഷ്ണനെ വിളിച്ചിട്ട് കർണൻ വിട പറഞ്ഞു, വിഷമം പറഞ്ഞു. സ്വർഗമൊക്കെ ആ VIP പരിഗണന തന്നു, പക്ഷെ വിശക്കുന്നു. എന്താ ചെയ്യാ? ശ്രീകൃഷ്ണൻ പറഞ്ഞു, നീ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോ നിന്റെ മുന്നിലേക്ക് ദാനത്തിന് വേണ്ടി വന്നവർക്കൊക്കെ നീ സ്വർണം വാരി കൊടുത്തു. അതുകൊണ്ട് നിനക്ക് സ്വർഗത്തിലും സ്വർണത്തിലുള്ള ആപ്പിളാ കിട്ടുന്നത്. സുയോധനൻ കഞ്ഞി കൊടുത്തിരുന്നു. സുയോധനൻ പാവപ്പെട്ടവർക്ക് കഞ്ഞി കൊടുത്തിരുന്നു, ഭക്ഷണം കൊടുത്തിരുന്നു. കർണനോട് ചോദിക്കുകയാണ് ശ്രീകൃഷ്ണൻ, കർണ, നീ ഇനി ആർക്കും ഒന്നും കൊടുത്തില്ലെങ്കിലും വേണ്ടിയില്ല, നീ സ്വർണവും നിധികളൊക്കെ കൊടുത്തത് കുഴപ്പമില്ല, പക്ഷേ നീ ഏതെങ്കിലും ഒരാളെ ഇന്ന സ്ഥലത്ത് ഒരു അന്നകൂട്ടുണ്ടെന്ന് ഈ വിരൽ കൊണ്ടൊന്ന് ചൂണ്ടിക്കാണിച്ചോ എന്ന് ചോദിച്ചു. കർണൻ പറഞ്ഞു, കാണിച്ചു. സുയോധനന്റെ വീട്ടിൽ അന്നം കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു, എന്നാൽ ആ വിരൽ നീ ഒന്ന് ഊറാൻ പറഞ്ഞു. കർണന്റെ വിഷപ്പെടൽ. അന്നദാനം നടക്കുന്നിടത്തേക്ക് ഒരു വിരല് ചൂണ്ടിക്കൊടുത്ത കർണന് ആ വിരല് കൊണ്ട് വിശപ്പടക്കാൻ കഴിഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാമൊക്കെ ചിന്തിക്കണം, പട്ടിണിയാണ് ഏറ്റവും വലിയ വിപത്ത്. ഒട്ടകം ഭക്ഷിക്കുന്നത് കാത്ത് അതിന്റെ പൃഷ്ഠഭാഗത്ത് പോയി കാത്തു നിൽക്കുന്നു ഉദരഭോജനത്തിന് വേണ്ടി. എത്രയോ ആളുകൾ പട്ടിണി പേക്കോലങ്ങൾ. എല്ലാ ആരാധനാലയങ്ങളിലും, ഈ ആരാധനാലയങ്ങളിൽ പോലും ഏറ്റവും വലിയ കർമ്മമാണ് അന്നദാനം എന്ന് പറയും. പട്ടിണിക്ക് മതമുണ്ടോ? ദാരിദ്ര്യത്തിന് മതമുണ്ടോ? ഒരിക്കലില്ല. എല്ലാ ദൈവിക ആരാധനാലയങ്ങളും വിളിച്ചോതപ്പെടുന്നത് കരുണാലയങ്ങളാണ്. ഇത് കരുണാലയങ്ങളാണ്. ഈ കഴക്കൂട്ടത്തുള്ള കുളത്തൂരിലുള്ള കോലത്തുകര ശിവക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയാ, ഇതൊരു ആരാധനാലയം മാത്രമല്ല, ഇതൊരു കരുണാലയമാണ്, ഇതൊരു കാരുണ്യാലയമാണ്. ഈ മുറ്റത്തേക്ക് മനുഷ്യന് കടന്നു വരാം. ഗുരുവായൂർ അമ്പലത്തിന്റെ നടയില് നല്ല വെജിറ്റേറിയൻ ഹോട്ടലുകളാണ്. ഞാൻ അവിടെ ചെന്നാൽ ഭാര്യയും കൂട്ടിപ്പോയി അവിടെ പോയി ഇരുന്ന് കഴിക്കും. ഇതേ തൊപ്പി ചിലപ്പോ ഈ കളറിപ്പോ കാഷായ കളർന്നേ ഉള്ളൂ, ചില സമയത്ത് പച്ച ഷാളായിരിക്കും. ആ നടയുടെ ഭാഗത്തൊക്കെ ഒരുപാട് ഹോട്ടലുകൾ. എന്റെ ഭാര്യ ബുർക്ക ധരിച്ചിട്ടാ വരുന്നത്. ഇന്ന് വരെ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ നടഭാഗത്തുള്ള ഹോട്ടലിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ, രുചികരമായ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്ന അവസരത്തിൽ പച്ച ഷാളിട്ട് കറുത്ത തൊപ്പിയിട്ടൊരു മുസൽമാൻ, ബുർക്കയിട്ടൊരു മുസ്ലിം, ഒരു മനുഷ്യൻ ഈ 8 വർഷത്തിന്റെ ഇടയിൽ എന്നോട് വന്നിട്ട് ഛേ എന്നൊരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല. പിന്നെ എവിടെയാണ് മനുഷ്യന്മാർ തമ്മിൽ അകലം? കാരണം അങ്ങനെ പറയാൻ പറ്റാത്ത സ്ഥലങ്ങളാണ് ദൈവം കുടികൊള്ളുന്ന ഇടങ്ങൾ. അങ്ങനെ പറയുന്നവരുടെ ഹൃദയത്തിൽ ദൈവിക ആരാധനയില്ല, മറിച്ച് വർഗീയ ആരാധനയാണുള്ളത് എന്നാണ് ഞാൻ പറയാനുള്ളത്. എങ്ങനെ കഴിയും? പ്രിയപ്പെട്ട ഗുരുവിന്റെ ദർശനങ്ങൾ ഹൃദയത്തിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മതത്തിന്റെ പെൻഡുലത്തിൽ എങ്ങനെ നമുക്ക് കാണാൻ പറ്റും? ഒരാളെ കാണാൻ കഴിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കേരളത്തില് ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറിയ, വേൾഡ് റെക്കോർഡിൽ കയറിയ ഒരൊറ്റ ദൈവിക ആരാധനാലയമുണ്ട്. വേൾഡ് റെക്കോർഡിൽ, ലിംഗ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഫാദർ മനസ്സിലാക്കാൻ, പ്രിയപ്പെട്ട ഫാദർ ഇരിക്കുന്നു, അദ്ദേഹത്തിന്റെ വിനയമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം വിനയമുള്ളവരെ ഞാനങ്ങ് വല്ലാതെ സ്നേഹിക്കും. അഹങ്കാരികളെ ഞാൻ നോക്കത്തൂരില്ല. കാരണം അഹങ്കാരികൾ മനുഷ്യ സ്വരൂപികളല്ല. എന്താ പറയാ, ദൈവിക ആരാധന അഹങ്കാരികളുടെ ഹൃദയത്തിൽ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു വന്നത്, വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയ ഒരു ആരാധനാലയം തൃശ്ശൂരിൽ ഉണ്ട്. ആ ആരാധനാലയം റോക്കി പുണ്യാളന്റെ ആരാധനാലയമാണ്. പൂത്തറയ്ക്കൽ പള്ളി വലിയ ഒരു പള്ളിയാണ്. ആ പള്ളിയിൽ എങ്ങനെയാണ് ആ നാടിന് ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടിക്കൊടുത്തത്? 600ഓളം വരുന്ന കുടുംബങ്ങൾ പുണ്യാളന്റെ പള്ളിയിലെ പരിസരത്തുള്ള മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും 600ഓളം കുടുംബങ്ങൾ സമ്പൂർണ്ണ അവയവദാന സാക്ഷരതാ ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ടു. ആ മഠത്തിന്റെ അല്ലെങ്കിൽ ആ പള്ളിയുടെ വികാരി അച്ഛന്റെ അടക്കമുള്ള പരിശ്രമം കൊണ്ട് 600ഓളം വരുന്ന ചെറുപ്പക്കാരടക്കം, ഉമ്മമാരടക്കം, അമ്മമാരടക്കം 600ഓളം പേർ ഒപ്പിട്ടു അവയവദാനത്തിന് വേണ്ടി. അതുകൊണ്ട് തന്നെ വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയ ഒരു ദൈവിക ആരാധനാലയമായി ശരിക്കും ദൈവം കുടികൊണ്ടത് ആ സമയത്താണ്. അത് മാത്രമല്ല, ആഴ്ചയിൽ 3000ഓളം വരുന്ന ഡയാലിസിസ് അടക്കമുള്ള പല ഹോസ്പിറ്റലുകളിലെ രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. ഇതൊക്കെ ആരാധനാലയങ്ങൾ നൽകപ്പെടുന്ന കാരുണ്യത്തിന്റെ പാഠങ്ങളാണ്. ഇതേ തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിലെ ചേരമാൻ പള്ളി, ഇന്ത്യയിലെ ഏറ്റവും നല്ല സുന്ദരമായ ഒരു പള്ളി, പൈതൃകങ്ങളുള്ള പള്ളി. അങ്ങ് മക്കത്തുനിന്ന് കൊണ്ടുവന്ന പല സാമഗ്രികളും കല്ലടക്കമുള്ള പലതും ചരിത്രത്തിന്റെ ഇടം നേടിയ ചേരമാൻ പള്ളിയിൽ വെള്ളിയാഴ്ച ഒരു ബക്കറ്റ് കൊടുക്കാറുണ്ട് പൈസ ഇടാൻ വേണ്ടി. എന്തിനെന്നറിയോ? 200ഓളം വരുന്ന പാവപ്പെട്ട
സാധുക്കളായ കുഞ്ഞുങ്ങൾക്ക് വിവാഹം നടത്താൻ. അത് മുസ്ലിമുണ്ട്, ഹിന്ദുവുണ്ട്, മതമുള്ളവനുണ്ട്, മതമില്ലാത്തവരുണ്ട്. കഴിഞ്ഞ വർഷം 200ഓളം വരുന്ന സാധു പെൺകുട്ടികളെ കെട്ടിച്ചേക്കാൻ കഴിഞ്ഞു. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഒരു പെൺകുട്ടി പുരനിറഞ്ഞു നിൽക്കുമ്പോൾ ഞാൻ ഓർത്തു പോകുന്നു, ആലപ്പുഴയിൽ സ്ത്രീധനത്തിന്റെ വിപത്ത് കാരണം ഒരു വാപ്പ നെല്ലിനടിക്കാൻ വെച്ചിരുന്ന ഒരു വിഷം കുടിച്ചിട്ട് മരിച്ചത്. ആ സമയത്താണ് ചേരമാൻ പള്ളിയിൽ 200ഓളം വരുന്ന പാവപ്പെട്ട പെൺകുട്ടികൾക്ക് കല്യാണം അവിടെ നിന്ന് നടത്താൻ വേണ്ടിയിട്ട് അവർ മുന്നൊരുങ്ങുന്നത്. ആലപ്പുഴ ജില്ലയിൽ കാർത്തികപ്പള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്, നിങ്ങൾ കേൾക്കണം, മുസ്ലിം പള്ളി. ആ പള്ളിയുടെ പ്രസിഡന്റാണ് ഡോക്ടർ ഹാമിദ് ഷാലി. അദ്ദേഹത്തിന്റെ ഒരു ആദരിക്കൽ ചടങ്ങിന് ഞാൻ പോയി. അയാൾ ചെയ്തതെന്തെന്നറിയോ? കോവിഡ് രോഗിയായ നാരായണൻ എന്ന് പറഞ്ഞ ഒരു സാധുവായ, നാട്ടിലെ 1 സെന്റ് ഭൂമി പോലും തികച്ചില്ലാത്ത ആ പ്രിയപ്പെട്ടവനെ അടക്കാൻ ഒരു തുണ്ട് ഭൂമിയില്ലാതിരുന്നപ്പോ കാർത്തികപ്പള്ളി ജമാഅത്തിന്റെ പ്രസിഡന്റ് ഡോക്ടർ ഹാമിദ് ഷാലിക്ക് കോള് വരുന്നു. പ്രിയപ്പെട്ട ഇക്ക, ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ട്. നാരായണൻ എന്ന് പറയുന്ന പാവപ്പെട്ടൻ ഒരു ദരിദ്ര നാരായണനാണ്. 1 സെന്റ് ഭൂമി പോലും ഈ ഭൂലോകത്തില്ല. എവിടെയാണോ നടക്കാൻ കഴിയുക? കമ്മിറ്റിക്കാരെയൊക്കെ വിളിച്ചു. ഡോക്ടർ ഹാമിദ് ഷാരി ഇവിടെ നിന്ന് പറഞ്ഞു, സമ്മതമാണെങ്കിൽ എന്റെ വീട്ടുവളപ്പിലടക്കാം. ഇന്നും ആലപ്പുഴയിലെ കാർത്തികപ്പള്ളിയിലെ മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റ് ഇന്നും അദ്ദേഹമാണ്. അദ്ദേഹം ഒമാൻ നേവിയിലടക്കം ജോലി ചെയ്ത ആളാണ്. ആ മനുഷ്യനെ രമേശ് ചെന്നിത്തല അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ, വലിയ മന്ത്രിമാരൊക്കെ വരുന്ന സദസ്സിൽ അവിടെ മുഖ്യപ്രഭാഷണം ഞാനായിരുന്നു. ആ പ്രിയപ്പെട്ടവൻ ചെയ്തതെന്നറിയോ? തന്റെ വീട്ടിന്റെ വളപ്പ്, ഒരു മുസൽമാനായ മനുഷ്യൻ തന്റെ വീട്ടുവളപ്പിൽ നാരായണൻ അവസാനമായി മയങ്ങാനുള്ള 6 അടി മണ്ണ് കൊടുത്തു. ഇത് ചെറിയൊരു ന്യൂസായിട്ട് നമുക്ക് തോന്നാൻ പറ്റുമോ? അവഗണിക്കാൻ പറ്റുമോ? നിരാകരിക്കാൻ പറ്റുമോ? മനുഷ്യ മനസ്സുകളിൽ അത് എന്തുകൊണ്ടെന്നറിയോ അങ്ങനെ തോന്നിയത്? ഒരു യഹൂദന്റെ മയ്യത്ത് ചുമന്നു കൊണ്ടുപോകുമ്പോ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ ഇരിക്കുമ്പോ പുണ്യ റസൂൽ ചാടി എഴുന്നേൽക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം മൂപ്പർ ചാടി എഴുന്നേൽക്കുകയാണ്. റസൂലുള്ളാഹ് മുഹമ്മദ് നബി ചാടി എഴുന്നേറ്റപ്പോ തന്റെ അനുചരന്മാർ ചോദിച്ചു, നബി അതൊരു മുസ്ലിമിന്റെ മയ്യത്തല്ല, അതൊരു യഹൂദിയുടെ മയ്യത്താ. പുണ്യ നബി അവിടെ നിന്ന് പറഞ്ഞത്, അതൊരു യഹൂദന്റെ മയ്യത്തായിരിക്കാം, പക്ഷെ അതൊരു മനുഷ്യന്റെ മയ്യത്താ, അതൊരു മുസ്ലിമിന്റെ മയ്യത്തല്ല. ഓക്കെ, പക്ഷെ ആ കൊണ്ടുപോകുന്നത് ഒരു മനുഷ്യനെയാണ്. മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഒന്ന് എഴുന്നേറ്റ് ആദര സൂചകമായി നിൽക്കണം എന്ന് പഠിപ്പിച്ചു കൊടുത്തു മനുഷ്യത്വത്തിന്റെ ബാലപാഠങ്ങൾ മുഹമ്മദ് നബി. അതേപോലെ തന്നെ ബൈബിൾ അവിടെ നിന്ന് പറയാണ്, ഹൃദയം ഒരു പലകയാണ്. ബൈബിൾ ഹൃദയം ഒരു പലകയാണ്. ശരിക്കും ഒരു പലകയല്ലേ? ആ പലകയിൽ അഴുക്ക് കൊണ്ട് ചേക്കുമ്പോഴാ പ്രശ്നം. ആ പലകയിൽ കാരുണ്യം എഴുതി കഴുത്തിൽ തൂക്കണമെന്ന് യേശുക്രിസ്തു പറയാണ്. ഹൃദയമാകുന്ന പലകയിൽ കാരുണ്യത്തെ എഴുതി കഴുത്തിലേക്ക് തൂക്കപ്പെടണം. യേശുവും തന്റെ ശിഷ്യന്മാരും നടന്നു വരുമ്പോ ഒരാട്ടിൻകുട്ടി ചത്തു കിടക്കുക. തന്റെ ശിഷ്യന്മാർ അവിടെ നിന്ന് ചിരിച്ചു. യേശു നോക്കിയിട്ട് പറഞ്ഞു, ഹാ എത്ര മനോഹരം അതിന്റെ പല്ലുകൾ. ചതഞ്ഞരഞ്ഞ് പീസായി കിടക്കുന്ന അതിന്റെ തല മാത്രം, ഉടല് വേറെയും തല മാത്രവും. അല്ലെങ്കിൽ ആ മരിച്ചു കിടക്കുന്ന ആ ആട്ടിൻകുട്ടിയെ നോക്കിയിട്ട് അതിന്റെ പുഞ്ചിരിച്ച അതിന്റെ പല്ലുകൾക്ക് എന്ത് രസം, അഴുകിയ ആ ദേഹത്തെ നോക്കിയിട്ട്. ഇതാണ് യേശുക്രിസ്തുവിന്റെ കാരുണ്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റിദ്ധാരണകളാണ് ഓരോ മതത്തെയും വ്രണപ്പെടുത്തുന്നത്. ആരാണ് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അവരെ കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. നമ്മുടെ ഉള്ളറകളിൽ കുടികൊള്ളപ്പെടുന്ന ദൈവം, ആ ഒരു പരാശക്തി മനുഷ്യത്വമുള്ളവന്റെ ഹൃദയത്തിലേ ഉള്ളൂ എന്നൊരു സത്യം ഞാൻ നിങ്ങൾ അറിയണം. അല്ലാതെ ഏത് വേദങ്ങളും ഏത് പൊരുളുകളും ഏത് ദാർശനികതകളും ഉള്ളിൽ വെച്ചിട്ടും ഒരു രക്ഷയുമില്ല. എന്റെ റസൂൽ എങ്ങനെ ആയിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം? നിങ്ങൾ കേൾക്കണേ. ഞാൻ ഈ പറയുന്ന കുളത്തൂർ കോലത്തുകര ശിവക്ഷേത്രത്തിന്റെ മുന്നിൽ ഞാൻ എൻ്റെ റസൂലിനെ പറയാണ്, ഒരു 10 മിനിറ്റ് നിങ്ങൾ കേട്ടോണം. തെറ്റിദ്ധാരണകൾ പരത്തപ്പെടുമ്പോ, തെറ്റിദ്ധാരണകൾ പരത്തുന്നവരുടെ അല്ലെങ്കിൽ ആശയങ്ങളെ വളച്ചൊടുക്കുന്നവരുടെ മുമ്പിൽ അജ്മൽ കസബ്, ഇന്ത്യ മഹാരാജ്യത്തിന്റെ പട്ടാളക്കാർ, ഇന്ത്യയുടെ അതിർത്തി കാക്കുന്ന പാവപ്പെട്ട പട്ടാളക്കാരുടെ നെഞ്ചിൽ നിറയൊഴിച്ച അജ്മൽ കസബ്, അയാളെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ എവിടെ നിന്നോ ഒരു ലുഹർ ബാങ്ക് കേൾക്കാണ് പള്ളിയിൽ നിന്ന്. എനിക്ക് നിസ്കരിക്കണം അത്ര. പുഞ്ചിരിച്ചുകൊണ്ട് പാവപ്പെട്ട ഇന്ത്യയുടെ സഹോദരന്മാരെ വെടിവെച്ചു കൊന്ന അജ്മൽ കസബിന്റെ നയമല്ല, ആ ഇസ്ലാമല്ല എന്റെ റസൂലിന്റെ ഇസ്ലാം. ഞാൻ നിങ്ങൾക്കത് പഠിപ്പിച്ചു തരികയാണ്. ഒരു യഹൂദ പെണ്ണ്, മദീനത്തെ ആദ്യത്തെ പള്ളി മസ്ജിദുൽ ഖുബ, ആ ഖുബാ പള്ളിയുടെ ഉള്ളിൽ തൂത്തു തുടയ്ക്കാൻ വരുന്ന ഒരു യഹൂദി പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണ് മരിച്ചുപോയി. ഒരു സന്ദർഭത്തിൽ പുണ്യ റസൂൽ വന്നിട്ട് ചോദിച്ചു, അവളെ കാണുന്നില്ലല്ലോ, അവൾ മരിച്ചു റസൂലേ.
ഓടുന്നു റസൂൽ, വേച്ചോടുന്നു. മദീനത്തെ മലഞ്ചെരിവിൽ ആ യഹൂദ പെണ്ണിനെ കുഴിച്ചിട്ട കബറടത്തിന്റെ ചാരത്തിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു റസൂൽ. അതാണ് സാഹോദര്യം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അതാണ് സാഹോദര്യം. അതേ മസ്ജിദുൻ നബവി, മദീന പള്ളി, നിങ്ങൾ കാണുന്ന ഫോട്ടോയിലൊക്കെ കാണുന്ന അതേ മസ്ജിദുൻ നബവി, ആ പള്ളിയുടെ മുറ്റത്തിരിക്കുമ്പോ മുത്തുനബി ഇങ്ങനെ ഇരുന്ന കരയാണ്. പുണ്യ റസൂൽ, പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്രനാം പുത്രനോ കരുണാവാൻ നബി മണിമുത്തുരത്നമോ. ബഹുമാനപ്പെട്ട ഗുരുദേവൻ എഴുതിയതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മദീന പള്ളിയുടെ മുറ്റത്തിരിക്കുമ്പോ പുണ്യനബി കരയുന്നു. തന്റെ ശിഷ്യനായ ഉസ്മാൻ വരിയാണ്, നബിയെ എന്തിനാണ് കരയുന്നത്? പറഞ്ഞു, ആ കുട്ടികളെ കണ്ടോ, 2 അനാഥ ബാലന്മാരാണ്. ആ കുഞ്ഞുങ്ങൾ, അപ്പുറത്തെ ഒരു ഈന്തപ്പഴത്തോട്ടമുണ്ട്. ആ ഈന്തപ്പഴത്തോട്ടത്തിലെ ഈന്തപ്പന കാച്ചു നിൽക്കുകയാണ്. അതിലെ രുചികരമായ ഈന്തപ്പഴം എന്നോട് വാങ്ങിത്തരാൻ പറഞ്ഞു. ഞാൻ മദീനത്തെ വലിയ നേതാവാണ്, പക്ഷേ എൻ്റെ പോക്കറ്റ് കാലിയാണ്. എനിക്ക് ആ അനാഥ കുഞ്ഞുങ്ങളുടെ വേദന എനിക്ക് സഹിച്ചില്ല. ഉസ്മാനിനോട് പറഞ്ഞു, ഉസ്മാനെ, നീ ആ കുഞ്ഞുങ്ങൾക്ക് ഈന്തപ്പഴം വാങ്ങിച്ചു കൊടുക്കൂ. എന്താണെന്നറിയോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുണ്യനബി ഇങ്ങനെ കരഞ്ഞതിന്റെ കാരണം, പ്രവാചകൻ ഒരു അനാഥ ബാലനായിരുന്നു. കുഞ്ഞുനാളിലെ അനാഥത്വത്തിന്റെ കയ്പനുഭവിച്ച ഒരു മഹാനായ നവോത്ഥാന നായകനായിരുന്നു മുഹമ്മദ് നബി. അതുകൊണ്ടാണ് ഈന്തപ്പഴത്തിന് വേണ്ടി പൊട്ടിക്കരഞ്ഞ ആ കുഞ്ഞുമക്കളെ കണ്ടിട്ട് പ്രവാചകന് സഹിച്ചില്ല. പക്ഷെ ആ ഈന്തപ്പഴം വാങ്ങിക്കൊടുക്കാൻ പോലുള്ള ദിർഹം തന്റെ കയ്യിലില്ല. ഉസ്മാൻ പറഞ്ഞു, നബിയെ ഞാൻ വാങ്ങിക്കൊടുക്കാം. ഈന്തപ്പഴമല്ല ഉസ്മാൻ വാങ്ങിക്കൊടുത്തത്. ആ അനാഥ മക്കളുടെ കൈ പിടിച്ചിട്ട് മുതലാളി എടുത്തു പറഞ്ഞു, ഈ 2 മരങ്ങൾ ഈ 2 മക്കൾക്ക് വേണ്ടി പതിപ്പിച്ചു കൊടുക്കും. ഇതിൽ നിന്ന് ഇനി ഒരൊറ്റ ഈന്തപ്പഴം നീ എടുക്കരുത്. ഇവർക്ക് ആവോളം തിന്നാൻ വേണ്ടി ആ 2 ഈന്തപ്പഴ മരത്തിനെ പതിപ്പിച്ചു കൊടുത്തു ഉസ്മാൻ. ഇതാണ് നാരായണ ഗുരുവിന്റെയും ശൈലി. ഒരു പൂച്ച താനിട്ടിരിക്കുന്ന, ഞാനും അച്ഛനൊക്കെ ഇട്ടിരിക്കുന്ന ഈ വെള്ള വസ്ത്രം, ഇത് വെള്ളമല്ല, ഇത് വേറെ കളറാണ്. ഞാൻ വന്നപ്പോ വെള്ളം ഈ കളറായൊന്നും അറിയില്ല. ഞാൻ ഇട്ടത് മാറിപ്പോയതാ, പെട്ടെന്ന് ധൃതിയായി. അപ്പോ ഈ വെള്ള ശുഭവസ്ത്രത്തിന്റെ നീളവസ്ത്രത്തിൽ ഒരു പൂച്ചക്കുട്ടി കയറിയിരിക്കുക നബിതങ്ങളുടെ പുണ്യനബിയുടെ ശരീരത്തിൽ. ഉറങ്ങി, കൊച്ചു പൂച്ച. അതിന്റെ ഉറക്കം കണ്ടിട്ട് പ്രവാചകന് ഉണർത്താൻ കഴിഞ്ഞില്ല. പള്ളിയിൽ ബാങ്ക് കൊടുത്തു, നമസ്കരിക്കണം. എന്താ ചെയ്യാ? പെട്ടെന്നൊരു കത്രിക കൊണ്ടുവരാൻ പറഞ്ഞു. ആ പൂച്ച ഉറങ്ങുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് ആ മൃദുലത്തോടുകൂടി ആ കട്ട് ചെയ്ത തുണിയിൽ വെച്ച് പൂച്ചയെ ഉറക്കിയ റസൂൽ. മദീന പള്ളിയുടെ പരിസരത്ത് ഒരു പൂച്ച പ്രസവിച്ചു കിടന്നു. ആ പ്രസവിച്ച പൂച്ചയെ തന്റെ അനുയായികൾ അടിച്ചോട്ടിക്കാൻ പോയപ്പോ, അരുതരുത്, ആ അമ്മയെ നിങ്ങൾ തുടരുത്. എന്താ പറഞ്ഞത് പ്രവാചകൻ? അരുതരുത്, അതൊരു അമ്മയാണ്, അതവിടെ കിടന്നട്ടെ. ഒരു യുദ്ധം കഴിഞ്ഞ് വരുമ്പോ ടെന്റ് പൊളിക്കുന്ന സമയത്ത് യുദ്ധത്തിൽ ആ ടെന്റിന്റെ മുകളിൽ പ്രാവ് മുട്ട വെച്ചിരിക്കുകയാണ് വിരിയിക്കാൻ. പ്രവാചകൻ പറഞ്ഞു, ഈ ടെന്റ് പൊളിക്കണ്ട, നിങ്ങൾ 4 പേര് ഇവിടെ ഇരിക്കണം, 4 പേര് ഇവിടെ കാവലിരിക്കണം. അത് വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങി പറക്കമുട്ടുന്നത് വരെ നിങ്ങൾ കാവൽ കിടക്കണം. ഈ ശൈലിയോടുകൂടി തന്നെ, ഇത് പഠിച്ചത് കൊണ്ടായിരിക്കാം ദുബൈയുടെ ഭരണാധികാരിയായ ഷെയ്ഖ് സായിദ്, നീതിമാനായ ഭരണാധികാരി, അദ്ദേഹത്തിന്റെ ഇന്ത്യ മഹാരാജ്യത്തിലെ റുപ്പിയുടെ കണക്കനുസരിച്ച് 250 കോടി രൂപയുടെ ഒരു പ്രവർത്തനം നടക്കുകയാണ്. നോക്കുമ്പോ ഇതുപോലെ പ്രാവ് മുട്ട വിരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. 250 കോടി രൂപയുടെ പ്രവർത്തനം. ഇതേ ഷെയ്ഖ് സായിദ് പറഞ്ഞ്, സ്റ്റോപ്പ്, ഇത് വിരിയുന്നത് വരെ ഇനി ഇതിനകത്ത് പണിയൊന്നും വേണ്ട. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരിലും ഈ ഒരു വലിയ ശാന്തതയുണ്ട്. പ്രിയപ്പെട്ട അച്ഛന്റെ സംസാരം കൂടെ കേട്ടിട്ട് ഞാൻ പോവുള്ളൂ. അതുകൊണ്ട് അച്ഛൻ പോകരുത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫാദറാണ്, എല്ലാവരും എനിക്ക് ഇഷ്ടമാണ്. ഹൃദയത്തിന്റെ ഉള്ളറകളിൽ മതം 2 അക്ഷരമാണ്. മതം ദായിപ്പോയ മതാവും, അത് ആനക്കിളകുന്നത്. ആനയ്ക്ക് മതമിളയാൽ ചങ്ങലക്കിടാം, പക്ഷെ ചങ്ങലയ്ക്ക് മതമിളയ എന്താ? അതായത് മതാനുചാരത്തോടുകൂടി അധ്യക്ഷന്മാർക്ക് മതമിളയ എന്ത് ചെയ്യാ? ആനയ്ക്ക് മതകളയാൽ ചങ്ങലക്കിടാം, ചങ്ങലയ്ക്ക് മതമിളയാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിത് പറയാൻ കാരണം, അയൽവാസിക്ക് വേണ്ടി സ്നേഹം പങ്കുകൊണ്ടു കൊടുക്കുന്നവരാണ് വിശ്വാസി. അത് തന്നെയാണ് ശ്രീനാരായണ ഗുരുവും പഠിപ്പിച്ചിട്ടുള്ളത്. തന്റെ സഹോദരന്റെ പ്രിയമാണ് തന്റെ പ്രിയമെന്ന് പഠിപ്പിച്ച തുല്യതയില്ലാത്ത ആദർശം. സഹൽ എന്ന് പറയുന്ന പ്രവാചകന്റെ ഒരു സ്നേഹനിധിയായ ശിഷ്യനുണ്ടായി. കേൾക്കണം ഈ കഥ, ഞാൻ പറഞ്ഞു നിർത്താം. ഈ സഹലിന്റെ തൊട്ടപ്പുറത്ത് സഹലിനെ കൃത്യമായി ദിവസവും രാവിലെ അലാറം വെച്ച് എഴുന്നേറ്റ്
സഹലിന്റെ വീട്ടിലേക്ക് ഈ വേസ്റ്റുകൾ എറിയപ്പെടുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. വർഷങ്ങളോളം ആ സാധു തൻ്റെ മക്കളെയോ ഭാര്യയോ ആരും അറിയിക്കാതെ അഴുകി വൃത്തിഹീനമായ വേസ്റ്റുകൾ തൻ്റെ കൈകൊണ്ട് സംസ്കരിച്ചു. ഒരു ദിവസം സഹലിന് അസുഖം ബാധിച്ചു. ആരോഗ്യമൊക്കെ പോയി രോഗശയ്യയിലായി. എഴുന്നേറ്റ് നടക്കാൻ പറ്റാതായപ്പോൾ തൻ്റെ മകനടുത്ത് പറഞ്ഞു, അപ്പുറത്തെ വീട്ടിലെ ആ ജൂതനായ സഹോദരനെ ഇങ്ങ് വിളിച്ചോണ്ട് വന്നു, ഒന്നിരിക്കണം നിങ്ങൾ. അവന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, വർഷങ്ങളായി ഞാനൊരു കാര്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്നോട് എതിര് കാണിച്ചുകൊണ്ട് എൻ്റെ വീട്ടിൻ്റെ ഉമ്മറപ്പടിയിലേക്ക് നിങ്ങൾ എടുത്തെറിയുന്ന വേസ്റ്റുകൾ എൻ്റെ കൈ കൊണ്ട് ഞാൻ ശുദ്ധീകരിച്ചു. പക്ഷേ എനിക്ക് ആ സഹനമുണ്ടായി. വളർന്നു വരുന്ന ഈ തലമുറയ്ക്ക് ചിലപ്പോൾ സഹനം ഉണ്ടാവൂല. എന്തെങ്കിലും ഒരു വാക്കുകൊണ്ടെങ്കിലും നിങ്ങളെ ഉപദ്രവിച്ചാൽ, ഒരു വാക്കുകൊണ്ടെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ഒരു ദ്രോഹത്തിന്റെ ഒരു വാക്ക് പറഞ്ഞാൽ എനിക്കത് വിഷമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇനി അതൊന്ന് സ്റ്റോപ്പ് ചെയ്തുകൂടെ, ഒന്ന് ആലോചിക്കൂ എന്ന് പറഞ്ഞു. എൻ്റെ അവസ്ഥ കണ്ടില്ലേ? ഈ പലകയിൽ ഞാൻ ഒറ്റയ്ക്ക് കിടക്കുകയാണ്, എൻ്റെ മകൻ മാത്രമാണ് സഹായം. ആ ജൂതനായ മനുഷ്യൻ കൈപിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സഹലേ, വർഷങ്ങൾ കൊണ്ട് നിന്റെ വീട്ടിലേക്ക് അഴുകിയ വേസ്റ്റുകൾ ഞാൻ എടുത്തെറിയുമ്പോ എന്നെ ഒരു അക്ഷരം കൊണ്ട് പോലും നീ ഉപദ്രവിച്ചിട്ടില്ല. നിനക്ക് ഈ സഹനം എവിടെ നിന്ന് കിട്ടി? സഹല് പറഞ്ഞു, മദീനയുടെ ഉമ്മറപ്പടിയിൽ തന്റെ ശിഷ്യഗണങ്ങൾക്ക് നുകർന്നു കൊടുത്തു. സ്വന്തം സ്വത്തവകാശം വീതിച്ചു കൊടുക്കാൻ ദൈവകൽപ്പന ഉണ്ടായിരുന്നെങ്കിൽ അയൽവാസിക്ക് കൂടി സക്കാത്ത് കൊടുക്കാൻ കൽപ്പിച്ചേനെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അത്രത്തോളം ബന്ധമാണ് അയൽ ബന്ധം. സഹോദരങ്ങളെ, ആ ഒരു സഹനശക്തി നമ്മുടെ ഹൃദയത്തിലും ഉണ്ടാകട്ടെ. പ്രവാചകന്റെ മാർഗത്തിലേക്ക് ശിവനും ഗണപതിയും എല്ലാ ദൈവങ്ങളും നമ്മളോട് ഓടുന്നതും മനുഷ്യത്വമാണ്. മനുഷ്യത്വരഹിതമായ ഒരു പ്രവർത്തനവും നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല. ഡോക്ടർ സോമർവെൽ ഏറ്റവും വലിയൊരു സർജനാണ്. അദ്ദേഹം തിരുനെൽവേലിയാണോ നാഗർകോവിലോ ഏതോ തമിഴ്നാടിന്റെ ഒരു സ്ഥലത്ത് അദ്ദേഹം ഒരു സർജറിക്ക് വന്നു. വെളുവെളുത്ത ശരീരങ്ങൾ ലണ്ടനിലും ഓസ്ട്രേലിയയിലും ഒക്കെ അറുത്തുകീറി അതിൽ നിന്നുള്ള രോഗാണുക്കളെ, രോഗം ബാധിച്ച മാംസദളങ്ങളെ എടുത്ത് കളയുന്നതിൽ വൈദഗ്ധ്യത നേടിയ ആ ഡോക്ടർ സോമർവെല്ല് പറയാണ്, തമിഴ്നാട്ടിൽ വന്ന് കറുത്ത് കരിക്കട്ട പോലെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരുടെ ശരീരം ഞാൻ അറുത്തുകീറി. അതിൽ നിന്ന് ഹൃദയത്തെയും മറ്റുമൊക്കെ ഞാൻ നോക്കി. വെളുത്ത് വെള്ളാരം കല്ല് പോലെ എൻ്റെ ലണ്ടൻകാരൻ്റെയും ഇംഗ്ലണ്ടുകാരൻ്റെയും അതേ ശരീരത്തിന്റെ അതേ രൂപം, അതേ ചർമ്മം, അതേ ഹൃദയത്തിന്റെ ആഴം, അതേ ഹൃദയത്തിന്റെ വ്യാപ്തി, ഓരോ അവയവങ്ങളും ഒരേ രീതിയിൽ, ഒരേ ശൈലിയിൽ. അപ്പോഴാണ് കറുപ്പ് വിവാദം ഓർമ്മ വരുന്നത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ ഇന്ന് കാണുന്ന മക്കത്ത് പോലെ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്ന ആ കർമ്മം കണ്ടിട്ടില്ലേ? അതിൽ ആദ്യമായി കയറി ബാങ്ക് മുഴക്കാൻ പറഞ്ഞത് കാഫിരിയായ ബിലാലിനോടായി. കറുകറുത്തൊരു ബിലാൽ, എന്നെക്കാളും കറുപ്പായിരിക്കും, എന്നെക്കാളും കറുപ്പായ കരിക്കട്ട പോലെയുള്ള ബിലാൽ, വെളുത്ത് വെള്ളാരം കല്ല് പോലെയുള്ള തന്റെ ശിഷ്യഗണങ്ങൾ നിൽക്കുമ്പോഴും ബിലാലെ കേറടാ, ബാങ്ക് മുഴക്കടാ, ആ കറുപ്പിനെ ബഹുമാനിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കുടിക്കുന്ന ജലത്തിന് മതമില്ല. എന്താ? കുടിക്കുന്ന ജലത്തിന് മതമില്ല, പട്ടിണിക്ക് മതമില്ല, ശ്വസിക്കുന്ന വായുവിനും മതമില്ല, ശ്വസിക്കുന്ന വായുവിനും മതമില്ല. മരിച്ചാൽ മുസ്ലിമിനെ മയ്യത്തെന്ന് പറയും, മറ്റുള്ളവർ ശവമെന്ന് പറയും. മരിച്ചാൽ സന്തൂക്ക് പെട്ടി എന്ന് നമ്മൾ പറയും, മറ്റുള്ളവർ ശവമഞ്ചെന്ന് പറയും. ഇതിലപ്പുറം എന്തെങ്കിലും പറയുന്നുണ്ടോ? ഒന്നുമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മതത്തിന്റെ വേലികൾ അറ്റുകൊണ്ട് മനുഷ്യത്വത്തിന് വേണ്ടി, സാഹോദര്യത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളുക. നമ്മുടെ ഇടയിലുള്ള സാഹോദര്യത്തെ തകർത്താൻ ശ്രമിക്കപ്പെടുന്ന, നമ്മുടെ ഇടയിൽ ഹൈന്ദവ മുസ്ലിം ക്രൈസ്തവ സാഹോദര്യത്തെ, സർവമത സൗഹാർദ്ദത്തെ തച്ചു തകർക്കാൻ കാത്തിരിക്കുന്ന കഴുക കണ്ണുകളെ തിരിച്ചറിഞ്ഞ് ചെവിക്ക് പിടിച്ച് പുറത്തു കളയുന്ന കാലത്തോളം ഒരു മതത്തിനും ശാന്തി ലഭിക്കില്ല. ഒരു വേദം കൊണ്ടും മനുഷ്യന്റെ ഹൃദയത്തിൽ ശാന്തി ലഭിക്കില്ല. ശാന്തതയുടെ ഈ മഹാതീരം ഇനിയും ആവർത്തിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരാമം കുറിക്കുന്ന ഈ സദസ്സിന് 1000 ആശംസകളും ഇവിടെ വന്നിരിക്കുന്ന അമ്മ പെങ്ങന്മാർക്ക്, സഹോദരന്മാർക്ക്. അമ്മ പെങ്ങന്മാരെന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയാ പറയുന്നത്. എൻ്റെ ഉമ്മ പ്രസവിക്കാത്ത എൻ്റെ സഹോദരിമാർ ഇവിടെ ഉണ്ട്, എന്നെ പ്രസവിക്കാത്ത എൻ്റെ അമ്മമാരുണ്ട് ഇവിടെ. ആ അമ്മമാരോടും എൻ്റെ സഹോദരങ്ങളോടും ഈ സംഘാടകരോടുമൊക്കെ എന്നെ വിളിച്ചതിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.